എവിടെ മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ? ഞങ്ങൾക്ക് എൻ്റെ റിയാക്ഷൻ വീഡിയോ കാണണ്ട, ഞങ്ങൾക്ക് എൻ്റെ റേറ്റിംഗ് വീഡിയോ കാണണ്ട, ഞങ്ങൾക്ക് എൻ്റെ വേറെ ഒരു കോണിങ് കാണണ്ട. ഞങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് വീഡിയോ വേണം. അന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യട്ടെ, എൻ്റെ വീഡിയോ ഇനി കാണൂല. ഇതിപ്പോൾ പൊട്ടനായി. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് ഫുള്ള് ഇങ്ങനെ. സത്യം പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും കാലം മൈൻക്രാഫ്റ്റിൽ നിന്നൊരു ഗ്യാപ്പ് എടുക്കാൻ പാടില്ലേ. എനിവേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് മൈൻക്രാഫ്റ്റ് യൂട്യൂബേഴ്സിന് റിയാക്റ്റും റാങ്കും ചെയ്യാൻ പോവാം. ഓക്കെ, എൻ്റേതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ റിയാക്റ്റും റാങ്കും ചെയ്യാൻ പോകുന്നത്. ഇതിൽ ചില ആൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിവേ അത് അവസാനം ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ. വെൽക്കം ബാക്ക്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റിലുള്ളത് ഏറ്റവും 8ാമത്തെ റാങ്കിൽ വെച്ചാൽ സുധിയാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ബ്രോ എന്തുകൊണ്ട് സുധി 8ാമത്തെ റാങ്ക്? സുധിക്ക് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇനി വരാൻ പോകുന്ന ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഒരു ക്രിയേറ്റേഴ്സ് ആണ്. ഓക്കെ, സ്റ്റിൽ സുധിക്ക് എങ്ങനെ ഈ ഒരു ഇതിലൊരു സ്ഥാനം കിട്ടിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം വെച്ചാൽ സുധിൻ്റെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. 958 വീഡിയോയിൽ 270K സബ്സ്ക്രൈബർ ആണ്. ഇത് ഇവനൊരു മലയാളം ക്രിയേറ്റർ ആയിട്ടാണ്. ഇവനൊരു ഇംഗ്ലീഷ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയ കാര്യങ്ങളല്ല. ഓക്കെ, ഇനി ഇവൻ്റെ മെയിൻ ക്വാളിറ്റി എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി പ്ലസ് ക്വാളിറ്റി. ഞാൻ മലയാളത്തിൽ മൈൻക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയിൽ കണ്ടിട്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ആരും ഇവൻ്റെ അത്ര കൺസിസ്റ്റൻ്റ് അല്ല. ഇവൻ്റെ ചാനൽ എടുത്ത് ഡെയിലി വീഡിയോ 8 hours ago, 1 day ago, 2 day ago, 4 day ഡെയിലി വീഡിയോ ചെയ്യും. ക്വാളിറ്റി കണ്ടന്റ് കാരം. പിന്നെ സുധിൻ്റെ ചാനലിൻ്റെ ഒരു ഫോർമാറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ഒരു സീരീസ്, ഇപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസ് ഒക്കെ പറഞ്ഞാൽ അതിന് കണ്ടിന്യൂഷൻ ഉണ്ടാവും. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ പോകും. അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആ വാക്ക് പറഞ്ഞു 2 കൊല്ലം സൗണ്ട് എല്ലാവർക്കും ഫെമിലിയർ ആയിക്കാറില്ല. ഞാൻ ആ വാക്ക് പറഞ്ഞു. അവസാനത്തെ എപ്പിസോഡ് 275 എപ്പിസോഡ് ഈ ഒരൊറ്റ വളരെ ഞാൻ ചെയ്തത്. എന്താ ഈ കാണുന്നതല്ല ഞാൻ കെട്ടിപ്പൊക്കിയത്. നമുക്കിനി നമ്മള് ഇതിപ്പോ എന്താറോ ഇവന്റെ ഈ എപ്പിസോഡൊക്കെ 275ാമത്തെ എപ്പിസോഡ്. 275 എപ്പിസോഡ് കൺസിസ്റ്റന്റ് ആയിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ എന്ത് പാടാ. 4-5 കൊല്ലമായി ഇപ്പൊ മൈൻക്രാഫ്റ്റ് പറഞ്ഞ നീച്ച് തന്നെ മാത്രം നിൽക്കണേ. അവരുടെ വേൾഡിന്റെ ഒക്കെ ക്വാളിറ്റി നോക്കും, ബിൽഡും ക്രിയേറ്റിവിറ്റി ഒക്കെ നോക്കും. എനിവേ ഇവന് 8ാമത്തെ റാങ്ക് കൊടുക്കാനുള്ള കാരണം തന്നെ ഇവൻ കൺസിസ്റ്റന്റ് ആണ്, ക്വാളിറ്റി കണ്ടന്റ് ചെയ്യും, ക്രിയേറ്റീവ് ആണ്, പിന്നെ അവന്റെ സംസാരമൊക്കെ നാച്ചുറലി ഫണ്ണാണ്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിലെ 7ാമത്തെ റാങ്കിലുള്ളത് ഫോർജ് ലാബ്സിനാണ്. ഓക്കെ, ഫോർജ് ലാബ്സിന് എന്തുകൊണ്ട് 7ാമത്തെ റാങ്ക് കിട്ടി? നിങ്ങൾക്ക് മോഡ് പാക്ക് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്രിയേറ്റർ ആകാൻ പോകുന്നത് ഫോർജ് ലാബ്സ് ആണ്. കിങ് ഓഫ് മോഡ് പാക്സ്. കാരണം വെച്ചാൽ ഹൊറർ മോഡ് പാക്സ്, ജുറാസിക് പാർക്ക് മോഡ് പാക്സ്, ഇങ്ങനെ മോഡ് പാക്സ് കൊണ്ട് ഒരു കളിയാണ് അവൻ്റെ ചാനൽ. ഇപ്പോൾ അവൻ്റെ ചാനൽ എടുത്താൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഓരോ വീഡിയോയുടെ ലെങ്ത് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ ഓരോ മോഡ് പാക്കും ഓരോ സ്റ്റോറി കാരം. ഇവനെ അത് ഒരു മോഡ് പാക്ക് എടുത്തിട്ട് അതിന് ഫുൾ സ്റ്റോറി പോലെ 3-4 മണിക്കൂർ ലെങ്ത് വരുന്ന വീഡിയോസ് ചെയ്യാറ്. നമുക്ക് ഈ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ്റെ വീഡിയോസ് കഴിച്ചോണ്ടല്ലോ, ഇത് വേറെ അല്ലേ സത്യം പറയാം. നിങ്ങൾ കരുതുന്ന പോലെ ഫോർജ് ലാബ്സ് ഒരിക്കൽ പോലും കാണാത്ത ആൾക്കാരുടെ ഇവിടുത്തെ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ക്വാളിറ്റി കണ്ടന്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ സ്റ്റോറി ടെല്ലിംഗ് പ്ലസ് മൈൻക്രാഫ്റ്റ് പ്ലസ് പ്രസൻറ്റേഷൻ ഈ ഒരു നീസിനോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഫോർജ് ലാബ്സ്. പിന്നെ ഇവൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് വീഡിയോ ആണ് ഇവൻ്റെ ജുറാസിക് പാർക്കിലെ മോഡ് പാക്ക്. ഇവൻ്റെ മോഡ് പാക്കിന്റെ കസ്റ്റമൈസേഷൻ നോക്ക്, ആ അറ്റ്മോസ്ഫിയർ അതെല്ലാം ഇവൻ മോഡ് പാക്ക് ആഡ് ചെയ്ത് ചെയ്യണം. ഇപ്പം ഈ വീഡിയോന് എത്ര 1 മണിക്കൂറിൻ്റെ മേൽ ലെങ്ത് ഉണ്ട്. ഡൈനോസസിൻ്റെ മോഡ് പാക്ക് അല്ല, ഡൈനോസസിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആ കറക്റ്റ് അറ്റ്മോസ്ഫിയർ പിടിക്കാൻ കറക്റ്റ് അറിയാം, എങ്ങനെ ക്രീപ്പി ആക്കാം, എങ്ങനെ ഫണ്ണാക്കാം. സ്റ്റോറി ഒരു സ്റ്റോറി മൊത്തം 1 മണിക്കൂറിൽ അങ്ങനെ പോകും. റാപ്റ്റേഴ്സ് അല്ലത്. ഞാൻ മൈൻക്രാഫ്റ്റിന് ജുറാസിക് പാർക്ക് കളിച്ചിട്ടുണ്ട്, ആർക്കും അറിയാം. ഓക്കെ, എന്റെ ലിസ്റ്റിൽ 6ാമത്തെ റാങ്കിലുള്ളത് ജോർജ് നോട്ട് ഫൗണ്ട്. ഓക്കെ, ജോർജ് നോട്ട് ഫൗണ്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ മെയിനായിട്ട് ഒരു ഓൾറൗണ്ടറാണ്. ഓക്കെ, പിന്നെ ഇവന്റെ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലെറ്റ്സ് പ്ലേ അങ്ങനത്തെ ടൈപ്പ് സ്ലോ പേസ്ഡ് കണ്ടന്റേ അല്ല, ഫുൾ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ചാലഞ്ചിങ് കണ്ടന്റ്. ഇപ്പം മാൻ ഹണ്ട് ആവട്ടെ, സ്കൈ ബ്ലോക്ക്, അങ്ങനെ ഫുൾ ചാലഞ്ചുകൾ കയറി ഇവൻ്റെ ഇതിൽ ഫുള്ള്. പിന്നെ ഇവൻ പോപ്പുലർ ആയി കാണാനുള്ള ഇത്രയും മെയിൻ കണ്ടന്റ് ആര് വെച്ചാൽ ഇവൻ്റെ ക്വാളിറ്റി. ഇവൻ 5-8 കൊല്ലം മറ്റേ ഓൾഡർ ആയിട്ടുള്ള ഒരു ചാനലാണിത്. ആകെപ്പാടെ 79 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, 9.83 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. അതെങ്ങനെ സംഭവിച്ചു? കാരണം ഒന്നാമത് ഇവൻ്റെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി ഇവ കൺസിസ്റ്റൻ്റ് അല്ല, പക്ഷെ കണ്ടന്റ് ക്വാളിറ്റി വളരെ വലുതാണ്. പിന്നെ വെച്ചാൽ ഇവന് കണക്ഷൻ ആരൊക്കെ, ഇവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെ, ഡ്രീം, ഡക്വായ്സ്, ഇവൻ ഈ ഒരു ഗ്യാങ്ങും പെട്ട ആൾക്കാരെ ടോപ്പിന് വെച്ചേക്കാരം മൈൻക്രാഫ്റ്റിൽ. പിന്നെ ഇവൻ്റെ കണ്ടന്റ് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ കണ്ടന്റ് ഇല്ല, ഫുൾ. ഇപ്പൊ ജസ്റ്റ് ഉദാഹരണം നോക്കണം, മൈൻക്രാഫ്റ്റ് ബട്ട് മൈ ഫ്രണ്ട് ഈസ് എ ഡോഗ്, മൈൻക്രാഫ്റ്റ് ബട്ട് ഇഫ് യു ലാഫ് യു ലോസ്, ഫുൾ അങ്ങനെ ചലഞ്ച് വെച്ചിട്ടേക്കാരം.
ഈ വീഡിയോയുടെ ടൈറ്റിൽ ശ്രദ്ധിച്ചോ, മൈൻക്രാഫ്റ്റ് ബട്ട് ഐ ഓൺലി ഹാവ് ഹാഫ് എ ഹാർട്ട്. ഈ ഒരു വീഡിയോയിൽ അവന്റെ ഹെൽത്ത് ശ്രദ്ധിച്ചോ, ഹാഫ് എ ഹെൽത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേടിയും, കാരണം ഹാഫ് എ ഹാർട്ടേ ഉള്ളൂ. ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ചത്തു, ചലഞ്ച് ഫുള്ള് തീർന്നു. കണ്ടോ ആരൊക്കെ ഡ്രീം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സ്കൈ ബ്ലോക്ക് 1 ബ്ലോക്ക് ഇങ്ങനത്തെ ടൈപ്പ് ചാലഞ്ച് വീഡിയോസ് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ലിസ്റ്റിൽ 5ാമത്തെ റാഗുള്ളത് പ്യൂഡിഫൈ. എനിക്കറിയില്ല പ്യൂഡിഫൈൻ്റെ വീഡിയോസൊക്കെ നമ്മളെ വ്യൂവർഷിപ്പിൽ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. പ്യൂഡിഫൈ ഏറ്റവും ബെസ്റ്റ് PvP പ്ലെയർ ആണോ? അല്ല. പ്യൂഡിഫൈ ഏറ്റവും ബെസ്റ്റ് മാൻ ഹണ്ട് പ്ലെയർ ആണോ? അല്ല. ഏറ്റവും ബെസ്റ്റ് ക്ലച്ച് ആണോ? അല്ല. പ്രോ പ്ലെയർ ആണോ? അല്ല. സ്റ്റിൽ എങ്ങനെ 5ാമത്തെ റാങ്ക് കിട്ടി? പേഴ്സണാലിറ്റി പ്ലസ് ഫൺ. അതാ ഞാൻ പറഞ്ഞത്. ഇവൻ്റെ കണ്ടന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹൈ ക്വാളിറ്റി പ്രോ പ്ലെയർ ലെവലായിരിക്കും. ഇവൻ്റെ വീഡിയോസ് തന്നെ ഭയങ്കര ഫണ്ണാണ് കാണാൻ, എൻ്റർടൈൻ, സ്ലോ ആയിട്ട് വീഡിയോ പോകുള്ളൂ. ഇവൻ്റെ ജോക്ക്, ഇവൻ്റെ പേഴ്സണാലിറ്റി, ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ പ്യൂഡിഫൈൻ്റെ ചാനൽ എടുത്ത് നോക്കിയിട്ടൊന്നും കാര്യമില്ല, 110 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ചാനലാണ് യൂട്യൂബിൽ. ഇവൻ മൈൻക്രാഫ്റ്റിൻ്റെ എറാന്ന് പറഞ്ഞാൽ അവൻ 6 കൊല്ലം മുന്നേ മൈൻക്രാഫ്റ്റ് കളിച്ചിന്. ഇവൻ്റെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് കണ്ട എത്ര ആൾക്കാർ നമ്മൾ ഓഡിയൻസ് ഉണ്ട്. OG ഫാൻസ് ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ, OG മൈൻക്രാഫ്റ്റ് ഓഡിയൻസ് ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇവൻ സീരീസ് ആയിട്ടാണ് ചെയ്തിരിക്കണേ. പാർട്ട് 1 പാർട്ട് 2 പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ ഒക്കെ സംഭവിച്ചാൽ നമ്മൾ ഈ സോളോ വൈനറിൻ്റെ ഒക്കെ വീഡിയോസ് ആണല്ലോ, അതായത് സോളോ വൈനർ കളിക്കാത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണോ മൈൻക്രാഫ്റ്റ്? അല്ല. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ, ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ളത് സോളോ വൈനറാണ്. കാരണം എന്താ വെച്ചാൽ നാച്ചുറലി ഫണ്ണിയാണ്. പിന്നെ സോളോ വൈനർ റിയാക്ഷൻ അത് ഇതൊക്കെയാണ്. ഗെയിമിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു പേഴ്സണൊക്കെയാണ്. Gaming week. Say it with me. Gaming week. Oh, he doesn't play enough games anymore. Gaming week. Starting off with the ultimate game of all time, Minecraft. That's right. നമ്മൾ ലിസ്റ്റിൽ റാങ്കിൽ 4 വരുന്നത് ആരെച്ചാൽ മിസ്റ്റർ ബീസ്റ്റ്. അപ്പോൾ ചില കുറിച്ച് മിസ്റ്റർ ബീസ്റ്റോ? മിസ്റ്റർ ബീസ്റ്റ് വേറെ ടൈപ്പ് ക്രിയേറ്ററല്ലേ? നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അറിയാം മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒരു ഗെയിമിംഗ് ചാനൽ ഉണ്ട്? ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ എത്ര ആൾക്കാർ അറിയാം മിസ്റ്റർ ബീസ്റ്റിന് ഗെയിമിംഗ് ചാനൽ ഉണ്ട്? ചാനൽ എടുത്ത് നോക്കുക, 168 വീഡിയോസും 54.2 മില്യൺ സബ്സ്ക്രൈബേഴ്സും. അതെന്താ കാരണം? മിസ്റ്റർ ബീസ്റ്റ്, അത്രേ ഉള്ളൂ. പിന്നെ ഇവൻ്റെ കണ്ടന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് നല്ലത്, ഫുള്ളൊരു ടീമായിട്ട് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഇത് എങ്ങനെ ഇവൻ്റെ സെയിം സംഭവം തന്നെ, ഇവൻ്റെ മറ്റേ ചാനൽ പിടിച്ച അതേ സംഭവം തന്നെ ഇവൻ്റെ ഗെയിമിംഗ് ചാനൽ പിടിച്ചില്ലേ. എന്ത് മൈൻക്രാഫ്റ്റിൽ ഇത്ര പ്ലേയേഴ്സ് ഉണ്ടാവും, അതിൽ ജയിക്കുന്ന ആൾക്ക് $1 മില്യൺ. ഇങ്ങനെയൊക്കെ കാരണം ഫുൾ വീഡിയോസ് ഇതന്നെ. കാരണം വെച്ചാൽ ഒരു വീഡിയോ തന്നെ എടുക്കണ എഫേർട്ട്, ടൈം എന്ന് പറഞ്ഞാൽ ടൈംലെസ് ആണ്. ഇവൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പിന് വെച്ചാണ്. Survive being hunted for an entire hour and escape this island, he will win $25,000 in cash. Start the challenge! $25,000. Give me Jude Law's head and you get $25,000! 1 pro versus 500 hunters. ഒരു പ്രോയും 500 hunters. മാസിവ്. അതെങ്ങനെ പോസിബിൾ ആവും? 500 hunters versus 1 player. ഓക്കെ, അവിടെ ട്രാപ്പ് ഉണ്ട്. ഓക്കെ, ഈ വീഡിയോന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ ഒരു സെക്കൻഡിൽ എത്ര എഡിറ്റിങ്ങും എത്ര ക്ലിപ്പൊക്കെ കാണാൻ ശ്രദ്ധിച്ചോ. ഓരോ ട്രാപ്പ് വെച്ച് അൺലോക്ക് ചെയ്യുന്നതാണ് 500 ഹണ്ടേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന രൂപത്തിൽ. ഓക്കെ, എനിവേ ഇവന് ലിസ്റ്റിൽ 4ാം സ്ഥാനം കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ടോപ്പിന് വെച്ച് ക്വാളിറ്റി കണ്ടന്റ്. നിങ്ങൾക്ക് ഹൈ എൻഗേജ്മെന്റ് ആയിട്ടുള്ള ഹൈ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള മൈൻക്രാഫ്റ്റ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് വെച്ചാൽ മിസ്റ്റർ ബീസ്റ്റ് ഗെയിമിംഗ് ആണ്. ഓക്കെ, ഇനി നമ്മൾ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാം. നമ്മൾ ടോപ്പ് 3ക്ക് വരാൻ പോവാം. എൻ്റെ ലിസ്റ്റിലുള്ള റാങ്ക് 3 എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ടഫസ്റ്റ് പ്ലേയേഴ്സ് ഇൻ മൈൻക്രാഫ്റ്റ്, നൺ ഓഫ് അതർ ദാൻ ഡക്വാവിസ്. ഓക്കെ, ഡക്വാവിസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മാൻ ഹണ്ട്, ക്ലച്ച്. ഓക്കെ, എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി PvP പ്ലെയർ. വേറെ ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഫുള്ള് മാൻ ഹണ്ട്, ക്ലച്ച്, PvP, കുറേ ചാലഞ്ചസ്, അത് കാരണം അതിപ്പോൾ ഭയങ്കര ടഫ് പ്ലെയറാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഡ്രീമിനെ വരെ PvPയിൽ വന്ന് തോപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് എന്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവൻ്റെ ക്ലച്ച് ഇവനെ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇവനിപ്പോൾ 3rd കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഇത്രയും വലിയൊരു ലെവലിലെത്തി. I got Dream to hit the craziest trick shots ever recorded in Minecraft with me. Are you ready? I'm ready. I was born ready. Alright, paid actors, let's go. ഇവൻ്റെ ക്ലച്ച് കാണാൻ വേണ്ടി തയ്യാറായിരുന്നു. ടഫസ്റ്റ് പ്ലെയർ വേണം കണ്ടോ. TNT's lit. Alright, TNT's getting flung up. Please! ഡ്രീം പ്ലസ് ഡക്വാവിസ് ഡെഡ്ലി കോംബോ. There's so many. ഹണ്ടേഴ്സ് ഒന്നും പൊട്ടന്മാരല്ല, മനസ്സിലാക്കണം. എല്ലാവരും ടോപ്പ് നോച്ച് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. Oh
I'm coming in. Oh, there you are. Aura. Holy Aura. TNT's been placed? ഡ്രീമിന് മൂവ്മെന്റ്സ് അടിപൊളിയല്ലേ? You hooked it. പക്ഷെ ഇപ്പൊ ഇതില് നമ്മള് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഡക്കോയ്സിനെ. Oh my god, you got every single ഇങ്ങനെടാ one of them. ചിന്തിച്ചെടുത്തേ. I'm ready. Let's do this. അതങ്ങനെ ആ ലിറ്റിൽ ടൈം കൊണ്ട് തന്നെ ചിന്തിച്ചെടുത്താവും. Hit someone. Go, 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 go. All right, boost me, boost me. സത്യം പറഞ്ഞ ക്ലച്ച് പിന്നെ പി വി കണ്ട മടുക്കൂല. എന്ത് രസമൊക്കെ കാണാൻ. ഇത് ഫാസ്റ്റ് ആണ് നോക്കുക. If you go through first, I'll meet you on the other side. Come on. Please. ഈ ഒരു ക്ലച്ച് പടം കണ്ടേ നിർത്താം. എനിക്ക് കാണാൻ നിർത്താവുന്നില്ല പ്ലീസ്. We gotta go down here. We gotta go. ആ ചാടിയത് കണ്ടല്ലോ അവൻ്റെ അടുത്ത് കൂടെ. ഞാൻ പറഞ്ഞില്ല ഇവൻ്റെ ഒന്നും വീഡിയോസ് ആണ് ഞാൻ നിർത്തില്ല. ഞാൻ ഫുൾ ലെങ്ത് വീഡിയോ ഫുള്ളോ കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ റാങ്ക് ടോപ്പ് 2 എത്താൻ പോവാണ്. ഇനി ഇവിടെ വരാൻ പോകുന്ന പ്ലെയറിൻ്റെ പേര് പറഞ്ഞാൽ ലെജൻഡറി നെയിമാണ്. മൈൻക്രാഫ്റ്റ് ഓഡിയൻസിന് ഒട്ടുമിക്ക ആൾക്കാരെയും ഫേവറേറ്റ് മൈൻക്രാഫ്റ്റ് യൂട്യൂബർ ആരാ വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഒറ്റ ഉത്തരവുള്ളൂ, ടെക്നോബ്ലേഡ്. ഓക്കെ, ടെക്നോബ്ലേഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിനെ ഇത്രയും വലുതാക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ടെക്നോബ്ലേഡാണ്. ടെക്നോബ്ലേഡ് ഇത്ര റിസ്ക്, ഈ കമ്മ്യൂണിറ്റി ഇത്രയും വളർത്താൻ അത്ര റിസ്ക് വേറെ ആരും എടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ടെക്നോബ്ലേഡിൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം അവസാനം ഒരു സാഡായിട്ടുള്ള കാണുന്നുണ്ട്. ടെക്നോബ്ലേഡിന് ക്യാൻസറായിട്ട് മരിക്കുന്ന ഒരു രീതി. പക്ഷേ അതിനൊക്കെ അപ്പുറം നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട വലിയൊരു നഷ്ടം തന്നെ. നമുക്ക് മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിക്ക് പോയത് ഒരു ലെജൻഡിനെ സത്യം പറഞ്ഞാൽ. ഇപ്പോഴും ഇവൻ ജീവനോടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര അടിപൊളി കണ്ടന്റ് നമുക്ക് കിട്ടുക. നിർഭാഗ്യവശാൽ ക്യാൻസർ കാരണം മരിച്ചേ. ഇവൻ്റെ ഒരു വീഡിയോകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സോ ലോങ് നേർഡ്സ് ആയിട്ടുള്ള വീഡിയോ. Technoblade here. If you're watching this, I am dead. I'm dead. So let's sit down and have one final chat. My real name is Al. ടെക്നോബ്ലേഡിൻ്റെ ഈ ഒരു സാഡ് വീഡിയോ, ടെക്നോബ്ലേഡ് ക്യാൻസർ റിവീൽ ചെയ്യുന്ന ഈ ഒരു സാഡ് വീഡിയോ കണ്ട് OG മൈൻക്രാഫ്റ്റ് ഓഡിയൻസ് എത്ര ആൾക്കാരുണ്ട്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓല് കമൻറ്റ് ചെയ്യണം #ടെക്നോബ്ലേഡ് നെവർ ഡൈസ്. ഈ ടെക്നോബ്ലേഡിന് ഈവൻ ഓല മൈൻക്രാഫ്റ്റ് ഒഫീഷ്യൽ മൂവിയിൽ പോലും ഓലൊരു സ്ഥാനം കൊടുത്ത്. അത്രയും വലിയ പ്ലെയർ. പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇവ PvPയിൽ ഡ്രീമിനെ വരെ തോപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈൻക്രാഫ്റ്റ് സ്റ്റിയറിംഗ് വെച്ച് കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിവേ ഞാൻ മിസ് ചെയ്യണം, ടെക്നോബ്ലേഡിനെ ഞാൻ മിസ് ചെയ്യണം. ഇനി ഒരിക്കലും മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഒരു പ്ലെയർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആൾക്കാർ ജസ്റ്റ് റീപ്ലേസബിൾ അല്ല, അത്രേ ഉള്ളൂ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി എല്ലാവരും കാത്തിരുന്ന ഫൈനൽ മൊമെന്റ്. എൻ്റെ ലിസ്റ്റിലെ റാങ്ക് 1 പ്ലെയർ, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്, എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൈൻക്രാഫ്റ്റ് പ്ലെയർ ആരാ? ഡ്രീം, ദ കിങ് ഓഫ് മൈൻക്രാഫ്റ്റ് മാൻഹണ്ട്. മൈൻക്രാഫ്റ്റ് മാൻഹണ്ട് പറഞ്ഞാൽ ഈ ഒരു എക്സ്ട്രീം ലെവലിലൊരു ഫോർമാറ്റ് മൈൻക്രാഫ്റ്റ് പറഞ്ഞ കമ്മ്യൂണിറ്റി കൊടുക്കുന്ന സത്യം പറഞ്ഞാൽ ഡ്രീമാണ്. അതായത് ഇപ്പം മറ്റേ സ്പീഡ് റൺ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഞാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞാൽ കുറച്ച് ഹണ്ടേഴ്സ് ഉണ്ടാവും, ഒരാൾ സ്പീഡ് റൺ ചെയ്യും. ഓലെ ചേസ് ചെയ്താണ്ട് എൻ്റർ ഡ്രാഗനെ കൊല്ലിൻ്റെ മുന്നേ ഡ്രീമിനെ ഒരു കൊന്നാൽ ഓല് ജയിച്ചു, അല്ലെങ്കിൽ ഡ്രീം ജയിച്ചു. ഇതാണ് ഈ സിമ്പിൾ നേച്ച്. പക്ഷെ ഇതിനോ കൊണ്ടുവന്നിട്ട് ഓൻ്റെ മോനെ എല്ലാവരല്ലോ. ഇവന് മൈൻക്രാഫ്റ്റിൽ മിസ്റ്റർ ബീസ്റ്റ് ഗെയിമിംഗ് വരുന്നതിന് മുന്നേ ഇവൻ്റെ മൈൻക്രാഫ്റ്റിലെ റെക്കോർഡ് എന്താ വെച്ചാൽ ഇവൻ്റെ ചാനലിന് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മൈൻക്രാഫ്റ്റ് വീഡിയോ ഉള്ളത് 141 മില്യൺ വ്യൂസ് ഉള്ള ഒരു സ്പീഡ് റൺ വീഡിയോ മൈൻക്രാഫ്റ്റിൻ്റെ. അതും പോരായിട്ട് ഇവൻ്റെ ഒരു ഫേസ് റിവീൽ ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ഓക്കെ, ഇതാണ് ഡ്രീമിന്റെ ഫേസ് റിവീൽ ചെയ്യുന്ന വീഡിയോ. ഇതൊക്കെ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്? എന്റെ ഫേവറേറ്റ് മൈൻക്രാഫ്റ്റ് യൂട്യൂബറാണ് അവന്റെ ഫേസ് റിവീൽ. ഞാൻ കണ്ട ടൈം ഞാൻ ഇപ്പോഴും ഓർക്കണ്ട്. The legendary Minecraft YouTuber Dream. For the first time. Hi, my name is Clay. How good for fucking for the camera for the first time. ഇവൻ ഇത്രയും കാലം അൺനോൺ ആയിക്കാണ്ട് ഇരിക്കുന്ന ഒരു ക്രിയേറ്റർ, വെറും വോയിസ് ഓവർ മാത്രം കൊടുത്ത് മാൻ ഹാൻഡ് ചെയ്യുന്ന മാത്രം ഒരു ക്രിയേറ്റർ. ബട്ട് ഇപ്പോൾ നോക്കാം ഫേസ് റിവ്യൂലൊക്കെ ചെയ്ത്. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇവൻ്റെ പേരിലൊരു വേൾഡ് റെക്കോർഡൊക്കെ ഉണ്ട്. അത്രയൊക്കെ കാര്യം ഇവൻ്റെ പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ഏറ്റവും കുറഞ്ഞ ടൈമിൽ ബീറ്റ് ചെയ്ത്. അതായത് ഇവനൊരു റാൻഡം ആയിട്ടുള്ളൊരു വേൾഡ് എടുത്താണ്ട് അതിൽ മൈൻക്രാഫ്റ്റ് 30 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്തു. ഇതിന് മുന്നേ ആരും അറിയത്തില്ല. ഇവൻ്റെ പേരിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഗൂഗിൾ ചെയ്ത് നോക്കിയോ. എനിവേ, അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് മൈൻക്രാഫ്റ്റ് യൂട്യൂബേഴ്സ്. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ ചില ആൾക്ക് ഒരുപാട് ആൾക്കാർ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ റാങ്കിങ് കൊടുത്ത ആൾക്കാരിൽ ചില ആൾക്കാരെ മുന്നിൽ വെച്ചു, ചില ആൾക്കാരെ ബാക്കിൽ വെച്ചും പറ്റിയിട്ടുണ്ടാവില്ല. സ്റ്റിൽ പിന്നെ ചില ആൾക്കാർ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാവും. എല്ലാം കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ 2 കൈകളും നീട്ടി സ്വീകരിക്കുന്നു. എന്തുണ്ടെങ്കിലും നമുക്ക് തിരുത്താം. ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് കണ്ടന്റ് അല്ലാതെ ഞാൻ ആലോചിച്ച് നോക്കട്ടെ. കുറച്ച് GTA 6 വെച്ച് കുറച്ച് ലീഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം. മൈൻക്രാഫ്റ്റ് ഉണ്ടോ നമുക്ക് അതും ചെയ്യാം. എനിവേ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഗുഡ് ബൈ.